ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ കഴിഞ്ഞ ഓണ പരീക്ഷയുടെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റു വിഷയങ്ങളുടെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ്. ഇനി 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് വേണമെങ്കിൽ STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷനാണ്. റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. നമുക്ക് താഴെ ഒരു സ്റ്റോറിയുടെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് എന്ത് ചെയ്യുക, താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. ഇറ്റ് വാസ് ക്രിസ്മസ്. അതൊരു ക്രിസ്മസ് രാത്രിയായിരുന്നു. രാത്രിയല്ല, ക്രിസ്മസിൻ്റെ ദിവസമായിരുന്നു. ജിം വാണ്ടഡ് ടു ബൈ എ ക്രിസ്മസ് പ്രസൻറ്റ് ഫോർ ഡെല്ല. ജിം എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അതുപോലെ ഡെല്ലയാണ് മറ്റൊരു ക്യാരക്ടറിൻ്റെ പേര്. ജിമ്മിന് അവൻ്റെ ഭാര്യയ്ക്ക്, ഡെല്ല അവൻ്റെ വൈഫായ ഡെല്ലയ്ക്ക് ഒരു ക്രിസ്മസ് സമ്മാനം സമ്മാനിക്കണം എന്ന് തോന്നി, വാങ്ങണം എന്ന് തോന്നി. ഡെല്ല ഓൾസോ വാണ്ടഡ് ടു ഗിവ് ജിം എ ക്രിസ്മസ് ഗിഫ്റ്റ്. ഡെല്ലയ്ക്കും എന്തായി, അവളുടെ ഹസ്ബൻഡിന് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങണമായിരുന്നു. ഡെല്ല പ്ലാൻ ടു ബൈ എ ചെയിൻ ഫോർ ജിംസ് ഗോൾഡ് വാച്ച്. ഡെല്ല എന്ത് ചെയ്തു, ജിമ്മിനൊരു ഗോൾഡ് വാച്ച് ഉണ്ട്, ആ വാച്ചിലേക്കായിട്ട് ഒരു ചെയിൻ വാങ്ങാമെന്ന് തീരുമാനിച്ചു. ഡെല്ല ഹാഡ് ലോങ് ബ്യൂട്ടിഫുൾ ഗോൾഡൻ ഹെയർ. ഡെല്ലയ്ക്ക് നല്ല നീണ്ട സ്വർണ്ണ നിറത്തിലുള്ള മുടി ഉണ്ടായിരുന്നു. സോ ജിം ഡിസൈഡഡ് ടു ബൈ എ സെറ്റ് ഓഫ് ബ്യൂട്ടിഫുൾ കോംസ് ഫോർ ഡെല്ല. അതുകൊണ്ട് ജിം എന്ത് തീരുമാനിച്ചു, ഡെല്ലയ്ക്ക് ആ മുടി വാരി ഒതുക്കാനായിട്ട് നല്ലൊരു കോമ്പ് വാങ്ങാം, ഒരു ചീർപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചു. ബട്ട് ദേ ഡിഡ്ന്റ് ഹാവ് ഇനഫ് മണി. പക്ഷെ അവർ രണ്ടുപേരുടെ കയ്യിലും ആവശ്യത്തിനുള്ള പണമുണ്ടായിരുന്നില്ല. സോ ജിം സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച് ടു ബൈ കോംസ് ഫോർ ഡെല്ല. അതുകൊണ്ട് ജിം എന്ത് ചെയ്തു, അവൻ്റെ സ്വർണ്ണ വാച്ച്, ഗോൾഡ് വാച്ച് ഡെല്ലയ്ക്ക് ഈ ചീർപ്പ് കോമ്പ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വിറ്റു. ബട്ട് ഡെല്ല സോൾഡ് ഹെർ ലോങ് ബ്യൂട്ടിഫുൾ ഹെയർ ടു ബൈ എ ചെയിൻ ഫോർ ജിംസ് ഗോൾഡ് വാച്ച്. ഡെല്ലയോ ജിമ്മിന് ഗോൾഡ് വാച്ചിലേക്ക് ചെയിൻ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അവളുടെ ആ നീണ്ട ഗോൾഡൻ ഹെയർ എന്ത് ചെയ്തു, കട്ട് ചെയ്തിട്ട് അത് വിറ്റു. ബോത്ത് ജിം ആൻഡ് ഡെല്ല മെയ്ഡ് സാക്രിഫൈസസ് ഫോർ ദെയർ ലവ്. ഇവിടെ എന്തായി, ജിമ്മും ഡെല്ലയും അവരുടെ രണ്ടുപേരുടെയും സ്നേഹത്തിന് വേണ്ടിയിട്ട് രണ്ടുപേരും എന്ത് ചെയ്തു, അവരുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്ത് ചെയ്തു, അവർ സാക്രിഫൈസ് ചെയ്തു, ത്യജിച്ചു. സാക്രിഫൈസ് എന്ന് വെച്ചാൽ ത്യാഗം എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ജിമ്മ് അയാളുടെ ഗോൾഡൻ വാച്ച് വിറ്റു, ഡെല്ല അവളുടെ ഹെയറും വിറ്റു. എന്നിട്ട് രണ്ടുപേരും അവർക്ക് ഗിഫ്റ്റ് വാങ്ങി. പക്ഷേ വാങ്ങിയ ഗിഫ്റ്റ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഇല്ല, ഉണ്ടായില്ല. ഇനി നമുക്ക് ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ 1 ഡെല്ല വാണ്ടഡ് ടു ബൈ ഡാഷ് ഫോർ ജിം. ഡെല്ല ജിമ്മിന് വേണ്ടിയിട്ട് എന്താ വാങ്ങാൻ നിന്നത്? എ വാച്ച്, എ ചെയിൻ, എ കോംബ്, എ ഹെയർ ക്ലിപ്പ്. എന്താണ്? എ ചെയിൻ ആണല്ലേ, ആ വാച്ചിലേക്ക് വേണ്ടിയിട്ട്, ഒരു ഗോൾഡൻ വാച്ചിലേക്ക് വേണ്ടിയിട്ട് ഇടാനായിട്ട് ഒരു ചെയിൻ ആണ് വാങ്ങാൻ നിന്നത്. അപ്പോൾ B ആണ് ആൻസർ. ക്വസ്റ്റ്യൻ 2 വൈ ഡിഡ് ഡെല്ല സെൽ ഹെർ ഹെയർ. ഡെല്ല എന്തിനാണ് അവളുടെ മുടി മുറിച്ച് വിറ്റത്? ഷീ ഹാഡ് നോ മണി ടു ബൈ എ ഗിഫ്റ്റ്. അവളുടെ കയ്യിൽ ഗിഫ്റ്റ് വാങ്ങാൻ പണമില്ലായിരുന്നു. ഷീ ഹാഡ് നോ കോംബ്. അവൾക്ക് കോമ്പില്ലായിരുന്നു, ചീർപ്പില്ലായിരുന്നു. ഷീ ഡിഡിൻ ലൈക്ക് ലോങ് ഹെയർ. അവർക്ക് നീണ്ട മുടി ഇഷ്ടമല്ലായിരുന്നു. ജിം ആസ്ക്ഡ് ഹെർ ടു കട്ട് ദ ഹെയർ. ജിം അവളോട് മുടി മുറിക്കാനായിട്ട് പറഞ്ഞു. എന്താണ് ആൻസർ? ഷീ ഹാഡ് നോ മണി ടു ബൈ എ ഗിഫ്റ്റ്. അവൾക്ക് ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പണമില്ലായിരുന്നു. അതുകൊണ്ടാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾ ആ മുടി മുറിച്ച് വിറ്റത്. ക്വസ്റ്റ്യൻ 3 ജിം സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച് ബിക്കോസ് ഓഫ് വാട്ട്. ജിമ്മ് അയാളുടെ ഗോൾഡൻ വാച്ച് എന്തിനാണ് വിറ്റത്? ഇറ്റ് ഹാഡ് നോ ചെയിൻ. അതിനൊരു ചെയിൻ ഇല്ലായിരുന്നു. ഹി വാണ്ടഡ് ടു സെൽ ഇറ്റ്. അയാൾക്കത് വിൽക്കണമെന്ന് തോന്നി. ഹി ഡിഡിൻ ലൈക്ക് ഹിസ് വാച്ച്. അയാൾക്ക് ആ വാച്ച് ഇഷ്ടമല്ലായിരുന്നു. ഹി വാണ്ടഡ് ടു ഗെറ്റ് മണി ടു ബൈ എ ഗിഫ്റ്റ് ഫോർ ഡെല്ല. അത് ഡെല്ലയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാനായിട്ട് പണത്തിന് വേണ്ടിയിട്ടാണ് വിറ്റത്. അപ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ D ആണല്ലേ. ഹി വാണ്ടഡ് ടു ഗെറ്റ് മണി ടു ബൈ എ ഗിഫ്റ്റ് ഫോർ ഡെല്ല. ക്വസ്റ്റ്യൻ 4 വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി. ഈ കഥയുടെ പ്രധാനപ്പെട്ട തീം എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളടക്കം എന്താണ്? ഫാമിലി, കുടുംബമാണോ? ലവ് ആൻഡ് സാക്രിഫൈസ്, സ്നേഹവും ത്യാഗവുമാണോ? ഗിഫ്റ്റാണോ? സമ്മാനമാണോ? ക്രിസ്മസ് ആണോ? എന്താണ് മക്കളെ ഈ സ്റ്റോറി നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? ലവ് ആൻഡ് സാക്രിഫൈസ് ആണല്ലേ. രണ്ടുപേരുടെയും പരസ്പര സ്നേഹവും അതിനായിട്ടുള്ള സാക്രിഫൈസുമാണ്. ക്വസ്റ്റ്യൻ 5 ഫൈൻഡ് ദ വേർഡ് ദാറ്റ് മീൻസ് ടു ഗിവ് അപ്പ് സംതിങ് വാല്യുബിൾ. നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള, വിലപിടിപ്പുള്ള ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ വിട്ടുകൊടുക്കുന്നതിന് പറയുന്ന വേർഡ് എന്താണ് മക്കളെ? അത് ഈ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ വേർഡിൻ്റെ പേര്? ആ വേർഡ് എന്താണ്? സാക്രിഫൈസ് എന്നാണ്, ത്യാഗം.
നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ത്യജിക്കുക, അത് ഗിവ് അപ്പ് ചെയ്യുക, ഒഴിവാക്കുന്നതിന് നമ്മൾ സാക്രിഫൈസ് എന്നാണ് പറയുക. ആക്ടിവിറ്റി 2 ലെറ്റ്സ് ചാറ്റ്. ടീച്ചർ എൻറ്റർഡ് ദ ക്ലാസ്. ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വന്നു. ഷീ സോ എ സാഡ് ഫേസ് എമംഗ് ദ ചിൽഡ്രൻ. ടീച്ചർ ആ കുട്ടികൾക്കിടയിൽ ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ മുഖം കണ്ടു. ഇറ്റ് വാസ് ചെസ്റ്റർ റക്കൂൺ. അതാരായിരുന്നു? ചെസ്റ്റർ റക്കൂൺ ആയിരുന്നു. ദി ടീച്ചർ ബിഗാൻ ടു ടോക്ക് ടു ഹിം. ടീച്ചർ അവനോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ ചെസ്റ്റർ റക്കൂൺ. ടീച്ചർ എന്തൊക്കെയായിരിക്കും ചെസ്റ്ററിനോട് ചോദിച്ചിട്ടുണ്ടായിരിക്കുക, ചെസ്റ്റർ എന്തൊക്കെയായിരിക്കും ടീച്ചറോട് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്നുള്ളൊരു കോൺവെർസേഷനാണ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. ആദ്യം നോക്കിക്കുക, ടീച്ചർ ഫസ്റ്റ് ചോദിക്കുന്നുണ്ട് ചെസ്റ്റർ വാട്ട് ഹാപ്പൺ, വൈ ആർ യു ലുക്കിംഗ് സോ സാഡ്. ടീച്ചർ എന്താ ചോദിക്കുന്നത്? ചെസ്റ്റർ എന്ത് പറ്റി, എന്താ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചെസ്റ്റർ എന്തൊക്കെയായിരിക്കും ഇനി മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ടീച്ചർ വാട്ട് ഹാപ്പൺ, വൈ ആർ യു ലുക്കിംഗ് സോ സാഡ്. ചെസ്റ്റർ ഐ വാണ്ട് ടു ഗോ ബാക്ക് ടു ഹോം. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ടീച്ചർ വാട്ട് ഹാപ്പൺ ഡിയർ, ഈസ് ദർ എനി പ്രോബ്ലം. എന്ത് പറ്റി മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെസ്റ്റർ ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, ഐ ഹാവ് ഫ്രണ്ട്സ് ദെയർ, ഐ വാണ്ട് ടു പ്ലേ വിത്ത് ദം ടു. എനിക്ക് എൻ്റെ ടോയ്സ് കൊണ്ട് കളിക്കണം, എനിക്ക് അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എനിക്ക് അവരുടെ കൂടെയും കളിക്കണം. ടീച്ചർ ഓ ഇസ് ദാറ്റ് യുവർ പ്രോബ്ലം, ഐ വിൽ ഗിവ് യു ന്യൂ ടോയ്സ് ടു പ്ലേ, യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഫ്രം ഹിയർ, യു ക്യാൻ ഓൾസോ പ്ലേ വിത്ത് ദം. അതാണോ പ്രശ്നം? നിനക്ക് ഞാൻ പുതിയ ടോയ്സുകൾ തരാം, നിനക്ക് അതുകൊണ്ട് കളിക്കാം. മാത്രമല്ല ഇവിടെ നിനക്ക് ഒരുപാട് പുതിയ സുഹൃത്തുക്കളെ കിട്ടും, അവരുടെ കൂടെ നിനക്ക് കളിക്കാമല്ലോ. ചെസ്റ്റർ മൈ മോം ഈസ് അലോൺ അറ്റ് ഹോം, ഐ വോണ്ട് ടു ഗോ. എൻ്റെ അമ്മ വീട്ടിൽ തനിച്ചാണ്, എനിക്ക് പോകണം. ടീച്ചർ ഡോണ്ട് യു വോണ്ട് ടു സ്റ്റഡി, നിനക്ക് പഠിക്കണ്ടേ? ചെസ്റ്റർ ഐ ഹാവ് എ ലോട്ട്സ് ഓഫ് ബുക്ക് ഇൻ മൈ ഹോം, ഐ വിൽ സ്റ്റഡി യൂസിങ് ദാറ്റ്. എൻ്റെ വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഞാൻ അത് വെച്ച് പഠിച്ചോളാം. ടീച്ചർ ദാറ്റ്സ് നോട്ട് ഫെയർ ചെസ്റ്റർ, ലെറ്റ്സ് ഡു വൺ തിങ്, യു സിറ്റ് ഹിയർ വൺ ഡേ, ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ് യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ ഹോം. ടീച്ചർ എന്ത് പറയുന്നു? അതങ്ങനെയല്ല ചെസ്റ്റർ, അത് ശരിയല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നീ ഇവിടെ എന്തായാലും ഒരു ദിവസം ഇരിക്ക്, നിനക്കത് ഇഷ്ടമായില്ലെങ്കിൽ നീ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ. ചെസ്റ്റർ ഓക്കെ ഡൺ, അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ കോൺവെർസേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ്. ഇത്രയ്ക്ക് അധികം ഇല്ലെങ്കിലും ഒരു 5 പേരെങ്കിലും ഉണ്ടായാൽ നന്നായിരിക്കും കേട്ടോ. ആക്ടിവിറ്റി 3 ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ചെസ്റ്റർ റക്കൂൺ ഹാസ് സം ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ചെസ്റ്റർ റക്കൂണിന് കുറച്ച് ലൈക്സും ഡിസ്ലൈക്സും ഉണ്ട്. അതായത് ലൈക്സ് എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഡിസ്ലൈക്സ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഉണ്ട്. ഡു യു ഹാവ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ സ്യൂട്ടബ്ലി. നിങ്ങൾക്കുള്ള ലൈക്സും ഡിസ്ലൈക്സും ഈ ടേബിളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ചെസ്റ്റർ റക്കൂണിൻ്റെ ലൈക്സും ഡിസ്ലൈക്സും എന്തൊക്കെയാണെന്ന് നോക്കാം. ചെസ്റ്റർ ലൈക്സ് റീഡിംഗ് ബുക്ക്. ചെസ്റ്ററിന് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്. ചെസ്റ്റർ ഡസൻ ലൈക്ക് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്ററിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഡസ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഡസ് നോട്ട്. കണ്ടോ? അപ്പോൾ ചെസ്റ്റർ ഒരാളായതുകൊണ്ട് നമ്മൾ ഡസ് നോട്ട് എന്നാണ് പറയുന്നത്. പിന്നെ ചെസ്റ്റർ ലൈക്സ് ടു സ്പെൻഡ് ടൈം വിത്ത് ഹിസ് ഫാമിലി. ചെസ്റ്ററിന് അവൻ്റെ ഫാമിലിയോട് കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. ഹി ലൈക്സ് പ്ലേയിങ് ഫുട്ബോൾ. അവന് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. ചെസ്റ്റർ ഡസൻ ലൈക്ക് ഐസ്ക്രീം. ചെസ്റ്ററിന് ഐസ്ക്രീംസ് ഇഷ്ടമല്ല. ഹി ഡസൻ ലൈക്ക് ടു ടേക്ക് ബാത്ത് ഇൻ ദ മോർണിംഗ്. അവന് രാവിലെ കുളിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഡസ് നോട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എഴുതുന്ന സമയത്ത് ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഇതുപോലെ ഡസിൻ്റെ എഴുതരുത്, നമ്മൾ ഡോണ്ട് ആണ് എഴുതുക. അതായത് നമ്മൾ ഡസ് അല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ ഡു ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഐ എന്നുള്ളത് സിംഗുലർ ആണെങ്കിൽ കൂടെ നമ്മൾ പ്ലൂറലിൻ്റെ വേർബിലാണ്, എന്താണ് പ്ലൂറലായിട്ടാണ് നമ്മൾ ഡു ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഐ, യു, ദേ, വി ഇതിനൊക്കെ നമ്മൾ ഡു ഫോമാണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഡസ് അല്ല ഡു ആണ്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ലൈക്സും ഡിസ്ലൈക്സും ഇവിടെ എഴുതുന്നുണ്ട്. നോക്കിക്കേ, ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് കൂടെ കളിക്കാൻ ഇഷ്ടമാണ്. ഐ ഡോണ്ട് ലൈക്ക് ലേറ്റ് നൈറ്റ് സ്ലീപ്പിംഗ്. എനിക്ക് രാത്രി വൈകി ഉറങ്ങുന്നത് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ഡോണ്ട് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഐ ഡോണ്ട് ലൈക്ക് ടു ട്രാവൽ അലോൺ. എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമല്ല. ഐ ലൈക്ക് ടു ഈറ്റ് ഫ്രൂട്ട്സ്. എനിക്ക് ഫ്രൂട്ട്സ് പഴങ്ങൾ കഴിക്കാൻ ഇഷ്ടമാണ്. ഐ ഡോണ്ട് ലൈക്ക് വെജിറ്റബിൾസ്. എനിക്ക് പച്ചക്കറികൾ ഇഷ്ടമല്ല. ആക്ടിവിറ്റി 4 തോട്ട്സ്. ആക്ടിവിറ്റി 4 എന്താണ്? തോട്ട്സ് എഴുതാനാണ് കേട്ടോ. എന്ത് തോട്ട്സ് ആണ് നമുക്ക് നോക്കാം. ഹാവൻറ്റ് യു റീഡ് ദ സ്റ്റോറി ദ ലിറ്റിൽ എഞ്ചിൻ ദാറ്റ് കുഡ്. ദ ലിറ്റിൽ എഞ്ചിൻ ദാറ്റ് കുഡ് എന്നുള്ള സ്റ്റോറി നിങ്ങൾ വായിച്ചല്ലോ. ദ ലിറ്റിൽ ട്രെയിൻ വാസ് ഫുൾ ഓഫ് ഗുഡ് തിങ്സ്. ലിറ്റിൽ ട്രെയിനിൽ എന്തായിരുന്നു? നല്ല നല്ല സാധനങ്ങളായിരുന്നു അത് നിറയെ. ഫോർ ദ ബോയ്സ് ആൻഡ് ദ ഗേൾസ് ഹൂ വെർ
ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ. ആർക്കുള്ളത്? ഈ മൗണ്ടൈൻ്റെ മലയ്ക്ക് അപ്പുറത്തുള്ള നല്ല കുട്ടികൾക്കുള്ള ടോയ്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഇറ്റ് വാസ് മൂവിങ് ഹാപ്പിലി അലോങ് ദ ട്രാക്സ്. അത് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ട്രാക്കിലൂടെ ഇങ്ങനെ ഓടുകയായിരുന്നു. ബട്ട് സഡൻലി ദ ട്രെയിൻ കെയിം ടു എ സ്റ്റോപ്പ്. പക്ഷേ പെട്ടെന്ന് ഈ ട്രെയിൻ എന്തായി? അവിടെ സ്റ്റോപ്പായി നിന്നു. വാട്ട് മൈ ബി ദ തോട്ട്സ് ഓഫ് ദ ലിറ്റിൽ ട്രെയിൻ. അപ്പോൾ ആ സമയത്ത് ലിറ്റിൽ ട്രെയിൻ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക? യു മേ യൂസ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആസ് ഹിൻസ്. നിങ്ങൾക്ക് ഹിൻ്റായിട്ട് താഴെ തന്നിട്ടുള്ള ഈ കാര്യങ്ങൾ യൂസ് ചെയ്യാം. എന്തൊക്കെയാണ്? ഡിഡ് ദ ട്രെയിൻ നോ വൈ ഇറ്റ് സ്റ്റോപ്ഡ്? വിൽ ഇറ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്? ഇത് എന്തുകൊണ്ടാണ് നിന്നത് എന്ന് ലിറ്റിൽ ട്രെയിൻ ചിന്തിക്കുന്നുണ്ടായിരിക്കുമോ? അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ വിൽ ഇറ്റ് തിങ്ക് ഓഫ് ദ ടോയ്സ് ആൻഡ് ദ അതർ തിങ്സ് ഇൻ ദ ട്രെയിൻ. ഈ ട്രെയിനിലുള്ള ടോയ്സിനെയും ബാക്കി കാര്യങ്ങളെക്കുറിച്ച് അത് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമോ? വിൽ ഇറ്റ് തിങ്ക് ഗെറ്റിംഗ് സംബഡീസ് ഹെൽപ്പ്. മറ്റാരുടെയെങ്കിലും സഹായം കിട്ടുമോ എന്നത് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമോ? വാട്ട് വിൽ ബി ദ ട്രെയിൻ തിങ്ക് ഓഫ് ദ ബോയ്സ് ആൻഡ് ദ ഗേൾസ്. പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മൗണ്ടൈൻ്റെ അപ്പുറത്തുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കുറിച്ചിട്ട് ഈ ട്രെയിൻ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ തന്നെ നമുക്കുണ്ടായിരുന്നു ആക്ടിവിറ്റിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെ ലിറ്റിൽ ട്രെയിനിൻ്റെ തോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടുള്ള കുട്ടികൾക്ക് നല്ലതുപോലെ എഴുതാൻ പറ്റിയിരുന്ന ഒരു ആക്ടിവിറ്റി കൂടെയാണ് ഇത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ചിന്തകൾ വരുന്നത്, തോട്ട്സ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. വാട്ട് ഹാപ്പൻ ടു മീ. എന്താണ് എനിക്ക് പറ്റിയത്? ഓ മൈ ഗോഡ് ഐ എം സോ സാഡ്. ദൈവമേ, ഞാൻ വളരെയധികം സങ്കടത്തിലാണ്. ഐ ട്രൈഡ് എ ലോട്ട് ബട്ട് ഐ കാൺ മൂവ്. ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ എനിക്ക് അനങ്ങാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. ഇസ് ദർ എനി പ്രോബ്ലം വിത്ത് ദ എൻജിൻ. ഇനി ട്രെയിനിൻ്റെ എൻജിൻ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടായിരിക്കുമോ? ദർ ഈസ് നോ വൺ നിയർ ടു ആസ്ക് ഫോർ എ ഹെൽപ്പ്. ഇവിടെ അടുത്തൊന്നും സഹായം ചോദിക്കാൻ ആരെയും കാണുന്നില്ലല്ലോ. Dear God, don't you know that if I can't reach over the mountain, the boys and girls will not have any toys or food. എനിക്ക് ഈ മലയ്ക്ക് അപ്പുറത്ത് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെയുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ടോയ്സോ ഫുഡോ ഒന്നും കിട്ടില്ല എന്നുള്ള കാര്യം നിനക്കറിയില്ലേ ദൈവമേ? ഇഫ് ദാറ്റ് ഹാപ്പൻസ് വോണ്ട് ദോസ് ചിൽഡ്രൻ ബി വെരി സാഡ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ഒരുപാട് സങ്കടമാവില്ലേ? പ്ലീസ് ഹെൽപ്പ് മീ ഗോഡ്. ദയവ് ചെയ്ത് എന്നെ സഹായിക്കൂ ദൈവമേ എന്ന് ദൈവത്തോട് പറയുന്ന രീതിയിൽ ലിറ്റിൽ ട്രെയിൻ ചിന്തിക്കുകയാണ്. ആക്ടിവിറ്റി 5 പിക്ചർ ടെയിൽ. കഥ എഴുതാനാട്ടോ ചോദ്യം. ഡെവലപ്പ് ദ ഇവൻറ്റ്സ് ഇൻ ദ ഗിവൺ പിക്ചേഴ്സ് ഇൻ ടു എ സ്റ്റോറി. താഴെ നമുക്ക് 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങളെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ വിപുലീകരിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു കഥയാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? അത് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു. നമുക്ക് ചെയ്ത് നോക്കാം. എ ബോയ് നെയ്മഡ് ടോമി പ്ലാന്റ് ആൻ ആപ്പിൾ ട്രീ. ഒരു ടോമി എന്ന് പറയുന്ന ഒരു ആൺകുട്ടി എന്ത് ചെയ്തു? ഒരു ആപ്പിൾ ട്രീ നട്ടു. ഹി നേർച്ചർ ഇറ്റ് എവറി ഡേ ബൈ ഗേവിങ് ഇനഫ് വാട്ടർ, ഗുഡ് മാനുവർ ആൻഡ് കെയർ. അവനതിന് എല്ലാ ദിവസവും ആവശ്യത്തിന് വെള്ളവും നല്ല കെയറും വളങ്ങളൊക്കെ കൊടുത്ത് എന്ത് ചെയ്തു? നല്ലപോലെ കെയർ ചെയ്യാൻ തുടങ്ങി. ഡേ ബൈ ഡേ ദ പ്ലാന്റ് സ്റ്റാർട്ടഡ് ടു ഗ്രോ ഇൻ ടു എ ബിഗ് ട്രീ. അങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും ഈ മരം വളർന്ന് ഈ ചെടി വളർന്ന് വലിയൊരു മരമായി. ഓൺ വൺ ഡേ ദ ട്രീ സ്റ്റാർട്ടഡ് ഫ്രൂട്ടിങ്. അങ്ങനെ ഒരു ദിവസം ഈ മരം എന്ത് ചെയ്തു? ഫ്രൂട്ടിങ് തുടങ്ങി, അതായത് പഴങ്ങൾ ഉണ്ടാവാനായിട്ട് തുടങ്ങി. ഇറ്റ് ഗേവ് മെനി ആപ്പിൾ ടു ടോമി. അത് ടോമിക്ക് ഒരുപാട് ആപ്പിളുകൾ കൊടുത്തു. ഹി ബിക്കെയിം വെരി ഹാപ്പി. അങ്ങനെ അവന് വളരെയധികം സന്തോഷത്തിലായി. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 6 സ്കെച്ച് എ പിക്ചർ. പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിരുന്നു ഇത്. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ നമുക്ക് ഈ വന്നത്. നമുക്ക് നോക്കാം. റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പാർക്ക് ദാറ്റ് ചെസ്റ്റർ റക്കൂൺ വിസിറ്റഡ്. ചെസ്റ്റർ റക്കൂൺ വിസിറ്റ് ചെയ്ത ഒരു പാർക്കിൻ്റെ പിക്ചർ നമുക്കിവിടെ താഴെ തന്നിട്ടുണ്ട്. ഡ്രോ ദ പിക്ചർ ആൻഡ് ആഡ് ദ മിസ്സിംഗ് ഒബ്ജക്ട്സ്. അതിലെന്ത് ചെയ്യണം? നമ്മൾ ചിത്രങ്ങൾ വരച്ചു കൊടുക്കണം. അതുപോലെ ഇതിൽ മിസ്സായിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ എന്ത് ചെയ്യുക? ചിത്രങ്ങൾ വരച്ചു കൊടുക്കുക. നോക്കിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ചിത്രങ്ങളാണ് വരയ്ക്കേണ്ടതെന്ന് താഴെ തന്നിട്ടുള്ള പാരഗ്രാഫിലുണ്ട് കേട്ടോ. എന്താണ്? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പാർക്ക്. ഇതൊരു മനോഹരമായിട്ടുള്ള പാർക്കാണ്. ദർ ആർ ഹ്യൂജ് ട്രീസ് പ്ലാന്റഡ് ഇൻ ആൻഡ് അറൗണ്ട് ദ പാർക്ക്. ആ പാർക്കിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് അങ്ങിങ്ങായിട്ട് വലിയ മരങ്ങൾ നട്ടിട്ടുണ്ട്. കണ്ടല്ലോ, വലിയ മരങ്ങളുണ്ട്. അപ്പോൾ ആ ചിത്രം വരയ്ക്കേണ്ട ആവശ്യമില്ല. സം ഫ്ലവർ പോട്ട്സ് ആർ കെപ്റ്റ് നിയർ ദ ബെഞ്ച്. ഇവിടെ ബെഞ്ചിനടുത്ത് കുറച്ച് ചെടിച്ചട്ടികൾ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ചെടിച്ചട്ടി ഇവിടെ തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് അവിടെ കുറച്ചുകൂടെ ചെടിച്ചട്ടികൾ വരച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. കളർഫുൾ ഫ്ലവേഴ്സ് മേക്ക് ദ പാർക്ക് അട്രാക്റ്റീവ്. വളരെ കളർഫുള്ളായിട്ടുള്ള വർണ്ണശബളമായിട്ടുള്ള പൂക്കൾ ഈ പാർക്കിനെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പൂക്കളൊന്നും വരച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് കളർഫുള്ളായിട്ടുള്ള പൂക്കൾ
ഈ പോട്ടിലും അതുപോലെ നിങ്ങൾ വരയ്ക്കുന്ന ഈ പോട്ടിലും പിന്നെ അങ്ങിങ്ങായിട്ടൊക്കെ എന്ത് ചെയ്യുക, പൂക്കളൊക്കെ വരച്ചു കൊടുക്കുക. ബട്ടർഫ്ലൈസ് ആൻഡ് ഡ്രാഗൺ ഫ്ലൈസ് ആർ ഫ്ലട്ടറിങ് അറൗണ്ട് ദ ഫ്ലവേഴ്സ്. ഈ പൂക്കളുടെ അടുത്തൂടെ എന്തൊക്കെ ബട്ടർഫ്ലൈസും പൂമ്പാറ്റകളും തുമ്പികളും ഒക്കെ എന്താണ് പാറി കളിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെയും അതുപോലെ ഡ്രാഗൺ ഫ്ലൈസിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ വരച്ചു കൊടുക്കുക. എ ബേർഡ് ഈസ് സിറ്റിംഗ് ഓൺ എ ട്രീ. ഒരു മരത്തിലൊരു പക്ഷി ഇരിക്കുന്നുണ്ട്. അപ്പോൾ മരച്ചില്ലയിൽ നിങ്ങൾക്കൊരു പക്ഷിയെ വരച്ചു കൊടുക്കുക. ദർ ആർ സ്വിങ്സ്, സ്ലൈഡ്സ് ആൻഡ് എ മെറി ഗോ റൗണ്ട് ഇൻ ദ പാർക്ക്. കണ്ടോ പാർക്കിൽ സ്ലൈഡുകളും ഊഞ്ഞാലുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ. എ പോണ്ട് ഈസ് ദർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ പാർക്ക്. പാർക്കിൻ്റെ നടുവിലായിട്ടൊരു കുളമുണ്ട്. കണ്ടോ കുളമാണ് ഈ കാണുന്നത്. 2 ducks are swimming in the pond. 2 താറാവുകൾ ആ പോണ്ടിൽ നീന്തുന്നുണ്ട്. അപ്പോൾ ചിത്രത്തിൽ ഡക്കിനെ തന്നിട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, 2 ഡക്സിനെ അതിൽ വരച്ചു കൊടുക്കുക. എ ബ്യൂട്ടിഫുൾ ലോട്ടസ് മേക്സ് ദ പോണ്ട് പ്രിറ്റി. മനോഹരമായ താമരകൾ ആ കുളത്തെ ഭംഗിയുള്ളതാക്കുന്നു. അപ്പോൾ താമരയുടെ ഇല മാത്രമേ അവിടെ തന്നിട്ടുള്ളൂ, താമര വരച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ കുറച്ച് താമരകൾ വരച്ചു കൊടുക്കുക, കുറച്ച് ലോട്ടസ് താമരപ്പൂക്കൾ വരച്ചു കൊടുക്കുക. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഇത്. നിങ്ങൾ ഇതുപോലെ ചിത്രങ്ങൾ ഞാൻ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടല്ലോ, അതുപോലെ എന്ത് ചെയ്യുക, നല്ല മനോഹരമായിട്ട് ചിത്രങ്ങൾ വരച്ചു കൊടുക്കുക കേട്ടോ. ഫൈനൽ ആക്ടിവിറ്റി 7, ലെറ്റ്സ് എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓൺ 10th May 1993 എ ഗേൾ യങ് ഓഫ് ഹിമാചൽ പ്രദേശ് കോൾഡ് ഡിക്കി ഡോൾമ സെറ്റ് എ വേൾഡ് റെക്കോർഡ് വെൻ ഹി ബിക്കെയിം ദ യങ്ങസ്റ്റ് വുമൺ ഓൺ ദ വേൾഡ് ടു ക്ലൈംബ് ദ എവറസ്റ്റ്. ഇതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, നമുക്ക് നോക്കിക്കേ. ഓൺ 10th May 1993 എ ഗേൾ യങ് ഓഫ് ഹിമാചൽ പ്രദേശ്. എ ഗേൾ യങ് എന്ന് പറയില്ല, എ യങ് ഗേൾ എന്നാണ് പറയുക, ചെറിയൊരു പെൺകുട്ടി. അപ്പോൾ യങ് ഗേൾ എന്നാണ്, ഗേൾ യങ് അല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, മറിച്ചിട്ട് എഴുതുക. യങ് ഗേൾ ഓഫ് ഹിമാചൽ പ്രദേശ് കോൾഡ് ഡിക്കി ഡോൾമ. അപ്പോൾ അതൊരു പേരാണ്, ഡിക്കി ഡോൾമ എന്നുള്ളതൊരു പേരാണ്. അപ്പോൾ എന്താണ് പേര് വരുമ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ ലെറ്റർ ആണ് ഫസ്റ്റ് ലെറ്റർ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഡി എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി കൊടുക്കുക. ഡിക്കി ഡോൾമ സെറ്റ് എ വേൾഡ് റെക്കോർഡ് വെൻ ഹി ബിക്കെയിം ദ യങ്ങസ്റ്റ് വുമൺ. ഹീ ആണോ, അല്ല വുമൺ ആണ്. അപ്പോൾ ഷീ ആണ് വരിക. ഹീ എന്ന് വെച്ചാൽ അവനാണ്, ഷീ അവൾ, ഷീ എന്ന് എഴുതി കൊടുക്കുക. ഷീ ബിക്കെയിം ദ യങ്ങസ്റ്റ് വുമൺ ഓൺ ദ വേൾഡ്. ഓൺ ദ വേൾഡ് അല്ല, ഇൻ ദ വേൾഡ്. ഓൺ ദ വേൾഡ് എന്ന് വെച്ചാൽ ലോകത്തിന് മേലെന്നാണ്, ഇൻ ദ വേൾഡ് ലോകത്തിലെ. ഓക്കെ, ഇൻ ദ വേൾഡ് ടു ക്ലൈം ദ എവറസ്റ്റ്. ക്ലൈംബ് എന്ന് വെച്ചാൽ കയറുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ, പക്ഷേ അതിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. CLAIMB അല്ല, CLIMB എന്നാണ്, എ അല്ല കേട്ടോ. അപ്പോൾ ക്ലൈംബ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മിസ്റ്റേക്സ് തിരുത്തേണ്ടത്. അപ്പോൾ ഇത്രയായിരുന്നു നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ മറ്റ് വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാർ എന്ത് ചെയ്യുക, STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതാണ്. ഇല്ലെങ്കിൽ STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ 5ാം ക്ലാസ്സിലെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. എങ്കിൽ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.